5 വർഷക്കാലത്തെ പൊയ്യ പഞ്ചായത്ത് കോൺഗ്രസ് ഭരണത്തിനെതിരെ LDF ഒക്ടോബർ 15-ന് പൊയ്യ പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തുന്നു. ഇതിന്റെ പ്രചരണാർത്ഥം LDF പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ യാത്ര നടത്തി. CS രഘു ക്യാപ്റ്റനും CN സുധാർജുനൻ വൈസ് ക്യാപ്റ്റനുമായ കാൽനട പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം ചക്കാട്ടിക്കുന്ന് ജംഗ്ഷനിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ നിർവഹിച്ചു. നടന്ന കാര്യങ്ങളോ നടക്കാത്ത കാര്യങ്ങളോ സംബന്ധിച്ച് നടത്തുന്നവരും നടത്താൻ ശ്രമിക്കുന്നവരും നടക്കാതെ പോയ കാര്യങ്ങളുമൊക്കെ സമൂഹത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരും. ആ സാമൂഹ്യ ചർച്ചയുടെ ഭാഗമായി ജനങ്ങളാകുന്ന വിധാതാക്കളും വിധികർത്താക്കളുമായ ജനങ്ങളാകുന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉടമകൾ അവർ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യും. അങ്ങനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്, ഇതാണല്ലോ ഡെമോക്രസി. അപ്പോൾ അതിനാണ് ഈ ജാഥ നയിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോട് വ്യക്തിപരമായ എന്തെങ്കിലും വിരോധമുണ്ടാകും. അവരെല്ലാം വേറെ ആരാണെങ്കിലും നമ്മൾ ഈ നിലപാട് സ്വീകരിക്കുമല്ലോ. നല്ലോണം പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും. പഞ്ചായത്ത് 5 വർഷക്കാലം കുടിവെള്ളം കറക്റ്റായിട്ട് കൊണ്ടുവന്നു, ലൈഫ് പദ്ധതി കറക്റ്റായിട്ട് കൊണ്ടുവന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടത്തുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ അത് കൃത്യമായി നടപ്പിലാക്കി. അവരുടെ തന്നെ MP യെ കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. MLA കൊടുക്കുന്ന ഫണ്ട് കൃത്യമായി ഉപയോഗിച്ചു. LDF കൺവീനർ CN സുധാർജുനൻ അധ്യക്ഷനായി. CS രഘു, KC വർഗീസ്, AM ഹക്കീം, KP ഹരി, KJ ഷൈമോൻ, ബൈജു പാറേക്കാടൻ എന്നിവർ സംസാരിച്ചു. ഒക്ടോബർ 11, 12 തീയതികളിൽ പൊയ്യ പഞ്ചായത്തിന്റെ ഗ്രാമാന്തര വീഥികളിലൂടെ സഞ്ചരിച്ച് ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പ്ലാവിൻമുറി സെന്ററിൽ നടക്കുന്ന സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 15-ന് പഞ്ചായത്ത് പടിക്കൽ സമരം രാവിലെ 10 മണിക്ക് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്യും.